പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി അങ്ങയുടെ മക്കൾ ഇന്ന് അഭിമുഖിക്കുന്ന എല്ലാ വിഷയത്തിൻ്റെ മേലും സഞ്ചാരി മാതാവി സമയത്തിൻ്റെ അധികാരി അമ്മയുടെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടാണ് അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം യാത്ര ചെല്ലുന്നുവോ, ഏതെല്ലാം പരീക്ഷ എഴുതുന്നുവോ, ഏതെല്ലാം പക്ഷേ റിസൾട്ട് കാത്തിരിക്കുന്നുവോ, ഓരോ വിഷയത്തിന് മനസ്സ് എന്ത് നേറിക്കൊണ്ട് കാത്തിരിക്കുന്ന സഹായം പ്രതീക്ഷിക്കുന്ന ഓരോ സ്ഥലങ്ങളെയും കർത്താവെ, അത് നഷ്ടപ്പെട്ടു പോകാതെ അവർക്ക് കിട്ടാനും അവർക്ക് അനുഭവവേദ്യമാക്കാനും കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന ബന്ധങ്ങൾ, നഷ്ടപ്പെട്ടു പോകുന്ന കരാറുകൾ, ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. ഓരോ സ്ഥലവും ഓരോ വിഷയത്തെ നീ ആസ്പദമായിക്കൊണ്ട് അതിനെ അധികരിച്ചുകൊണ്ട് ഓരോ വിഷയത്തിൻ്റെ മേലും നീ ആഗ്രഹം അവലംബിച്ചുകൊണ്ട് അത് ഓരോ ഡേറ്റും ഓരോ നീ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില വ്യക്തികളുടെ വരവ്, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില ഓഫറുകൾ, പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ചില തീയതികൾ എല്ലാം എൻ്റെ ദൈവവേദനെ നിനക്ക് അനുഗ്രഹമായി മാറട്ടെ. അതിനെതിരെ വരുന്ന എല്ലാ തിന്മയുടെ ശക്തികളെയും ഈശോയുടെ നാമത്തിൽ ഞാൻ ബന്ധിച്ചു കർത്താവിന് കാൽക്കീഴിലാക്കുന്നു. കർത്താവെ, രോഗികൾ, പീഡിതര്, കുടുംബസമാധാനം ഇല്ലാത്തവര്, വിദ്യയിൽ യാത്ര ചെയ്യുന്നവര്, കർത്താവെ, അവരെല്ലാം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഉപരി പഠനത്തിന് വേണ്ടി ചിന്തിക്കുന്നവരും ആലോചിക്കുന്നവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരും അവരുടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപയാൽ അവർ ചെന്നെത്തേണ്ട ഇടത്ത് അവരെ എത്തിക്കാൻ വേണ്ടി പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. പിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരെ നീക്കുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു.
ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഷാലൂമിൽ നിന്ന് 2 ഡോക്ടർമാരെ എന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ പ്രശ്നം അവർക്ക് മക്കളില്ലാതാണ്. അപ്പം ഞാൻ അവരുമായിട്ട് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് സാധാരണ ലെവലിൽ മക്കളെ കിട്ടാനുള്ള സാധ്യത ഇല്ലാത്ത സൂചനയാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാനിവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിച്ച് ഇത് വേറെ മാർഗ്ഗങ്ങൾ അന്വേഷിക്കേണ്ടി വരുമെന്നാണ് തോന്നണമെന്ന് പറഞ്ഞു. അപ്പം തന്നെ അതായത് IVF പോലെയുള്ള മാർഗ്ഗങ്ങൾ ഇവർ ചുമ്മാ പറഞ്ഞ. അപ്പം തന്നെ ഇവർ എഴുന്നേറ്റ് എന്താ കാര്യത്തിൽ, അതായത് അവർ ഡോക്ടർമാരല്ലേ, അവർക്കറിയാവത്. അവർ അങ്ങനെയുള്ള കൃത്രിമ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ ദേ ആർ നോട്ട് റെഡി. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയ്ക്ക് ബ്ലെസ്ഡ് ആയിരുന്നു അവർ. അപ്പോൾ അവർക്ക് കിട്ടുന്ന 2 കുഞ്ഞുങ്ങളെക്കാളും അവർ പ്രാധാന്യം കൊടുത്ത് എന്താണ്, അവർ നിലനിൽക്കുന്ന ഒരു കൃപയുടെ സ്റ്റാറ്റസ് ഉണ്ട്. കൃപയുടെ സ്റ്റാറ്റസ് ഈ കൃപയുടെ സ്റ്റാറ്റസ് നിലനിൽക്കുന്നുള്ള കാലം ഇനിയിപ്പോൾ സ്വാഭാവിക മാർഗത്തിലൂടെ കുഞ്ഞുങ്ങളെ കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ വലുത് അവിടെ കൃപയാണെന്നുള്ള ആന്തരിക ബോധ്യം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ കൂടുതൽ മോശമായ ഒരു സങ്കടമൊന്നും അവർക്കില്ല. അപ്പോൾ അവിടെ എനിക്ക് വേണ്ടത് അങ്ങനെ ഒരു സിറ്റുവേഷൻ അവർ വിശ്വാസവും ആത്മീയതയും കൊണ്ട് കൃപ നിറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻ വിജയിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. മക്കളില്ല എന്നുണ്ടെങ്കിൽ അവർ കൃപ അതിനേക്കാൾ വലിയ ഒരു അപ്പോൾ ഈശോ തന്നെ പറഞ്ഞില്ലേ, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞില്ലേ. ഒന്ന് വായിച്ചത് മർക്കോസ് 4:9. മർക്കോസ് 4:9. അവൻ പറഞ്ഞു കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയുള്ള വരപ്രസാദമുള്ളവെന്ന് അർത്ഥം. കേൾക്കാൻ കൃപയുള്ളവനെന്നാണ് പറയണത്. ആ വചനം ബൈബിൾ എന്നുകൊണ്ട് ഭയങ്കര രസമാണ്. ഇപ്പം നമ്മൾ കേൾക്കാൻ ചെവിയുള്ളതെന്ന് പറയുമ്പോൾ നിങ്ങളോർക്ക് എനിക്ക് 2 ചെവി ഉണ്ടല്ലോ, എനിക്ക് കേൾക്കുറവൊന്നുമില്ലല്ലോ, ഇങ്ങനെ അടിച്ചു നോക്കിയിട്ടുള്ള കാര്യമുണ്ട്. 2 ചെവിയുണ്ട്. അതല്ല ഈശോ ഉദ്ദേശിക്കുന്നത്. കേൾക്കാൻ കൃപയുള്ളവൻ കേൾക്കട്ടെ. അപ്പം ചില കഠിന വചനങ്ങൾ നമുക്ക് കേൾക്കണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ കൃപ വേണം. ഈ ഡോക്ടർമാർ ആ എക്സ്ട്രാ കൃപ നേടിയ ആൾക്കാരാണ്. അത് സുവിശേഷവിഹിതമായ ദൈവികമായ നിലപാടിൻ്റെ ഭാഗമായിട്ട് ദൈവം തങ്ങളുടെ സഹപ്രവർത്തകരായിട്ട് ഇവരെ എടുക്കുമ്പോഴാണ് എക്സ്ട്രാ കൃപ കിട്ടുന്നത്. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന ബൈബിൾ പറയണത്. എടുത്തേ, കൂട്ടുവേലക്കാരെടുത്തേ. 1 കൊരിന്തോസ് 3:9. 1 കൊരിന്തോസ് 3:9. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. അപ്പോൾ അതായത് ദൈവം പ്രവർത്തിക്കുന്ന ഇടമാണ് വയലും വീടും. മറ്റതെന്താണ്, ആ വയലിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാർ. ആ പ്രേക്ഷിതരെ ഉടമ്പടി എപ്പോഴും അന്വേഷിക്കുന്ന ഈ കൂട്ടുവേലക്കാരാണ്. കൂട്ടുവേലക്കാർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കഠിന വചനങ്ങൾ കേൾക്കാൻ കൃപയുള്ളവരാണ്. ആരാണ് ഈ കൂട്ടുവേലക്കാർ? അപ്പം നമ്മൾ മരിക്കണ മുമ്പ് ഈ കൂട്ടുവേലക്കാരുടെ സെക്ഷനിലേക്ക് മാറണം കേട്ടോ.
ചില കഠിന വചനങ്ങൾ, ഇപ്പം എനിക്ക് ഈ രോഗമാണ്, ഓക്കെ, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എന്തായാലും ഞാൻ കർത്താവിൻ്റെ വചനം വിശ്വസിച്ചും ആ വചനം അനുസരിച്ച് കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്ന് അർത്ഥം. ബൈബിളിൽ കേൾക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ടിൻ്റെ ഇയർ ഡ്രമ്മിൻ്റെ മെക്കാനിസത്തിലുള്ള കേൾവിയല്ല ഉദ്ദേശിക്കുന്നത്. കേൾക്കുക എന്ന് വെച്ചാൽ അനുസരിക്കുക എന്നാണ്. അനുസരിക്കാൻ ചെവിയുള്ളവൻ, കൃപയുള്ളവൻ അനുസരിക്കട്ടെ എന്നാണ് ഈശോ പറയണത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം കഠിനമാണ്, പക്ഷെ അനുസരിക്കാൻ കൃപയുള്ളവൻ അനുസരിക്കട്ടെ. ഇപ്പം കഠിന വചനങ്ങൾക്ക് എപ്പോഴും വേണ്ടത് കൃപയാണ്. യോഹന്നാൻ 6:60 ഇത് കേട്ട് അവന്റെ ശിഷ്യരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? അപ്പൊ മക്കളില്ലാത്ത വേറെ ഡോക്ടർമാർക്കുണ്ടായിരുന്നു, വേറെ ആൾക്കാരുണ്ടായിരുന്നു, ആർക്ക് കഴിയും? അവർ പോയി. ഇവർ പോകത്തില്ല. കാര്യം എന്താണ്? ഇവർ മക്കളേക്കാൾ വലുതാണ് അവർക്ക് കൃപ. അവർക്ക് കേൾക്കാനുള്ള കൃപയുണ്ട്, അനുസരിക്കാനുള്ള കൃപയുണ്ട്. അപ്പം അതുകൊണ്ടാണ് അവർ അവിടെ നിന്നത്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നവരെയാണ് പറയണത് ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് പറയണത്. എൻ്റെ മക്കളെ, ഈ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതായത് കൃപയെന്ന് പറഞ്ഞ സംഭവം കൂട്ടുവേലക്കാർക്കാണ് കൊടുക്കണത്, കൂടുതലായിട്ട് കൊടുക്കണത്. അപ്പോൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരെന്ന് വെച്ചാൽ ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു പോണവരാണ്. ദൈവിക പദ്ധതികളോട് കൂടിച്ചേർന്ന് ജീവിച്ചു. ചില ആൾക്കാർ ദൈവിക പദ്ധതികളോട് അവസാനം വരെ അൽപ്പെടുത്തി. ഇതാൾ ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴിടയ്ക്ക് ഞാൻ പറയണതാണ്, ഒരു 79 വയസ്സുള്ള ഒരു വല്യമ്മച്ചി ഞാനോട് സംസാരിക്കാനിടയായി. അപ്പോൾ ആ അമ്മ ഇപ്പോഴും ദൈവമായിട്ട് ഗുസ്തിയിലാണ്. എന്താണ്? കർത്താവ് എനിക്കൊരു മകനെ തന്നിട്ടെങ്കിൽ ഇപ്പം എന്നോളം ഉണ്ടായിരുന്നോ. അതാണ് അവർ പറയണത്. അതിൻ്റെ അർത്ഥം അവർ അക്സെപ്റ്റ് ചെയ്തില്ലെന്നല്ല അർത്ഥം. അങ്ങനെയുള്ളവർക്ക് കൂട്ടുവേലക്കാരാകാൻ പറ്റത്തില്ല. കാര്യം എന്താ കാര്യം? അല്ലെങ്കിൽ പഴയ ആൾക്കാർക്ക് കൂട്ടുവേലക്കാരാകാൻ വലിയ പാടാണ്. കാര്യം അവർക്ക് ദൈവവചനം അറിയത്തില്ല. അതാണ് പ്രശ്നം. ദൈവവചനത്തിലുള്ള പ്രൊവിഷൻസ് അറിയത്തില്ല. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് വിശുദ്ധീകരിക്കാൻ എളുപ്പമാണ്. എന്താ കാര്യത്തിൽ വചനത്തിലാണ് അവരെ വിശുദ്ധീകരിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവിക പദ്ധതികളോട് സഹകരിച്ചാൽ മതി. ചിലത്തിൽ കഠിനമായിരിക്കും, പക്ഷേ അതിൻ്റെ കൃപ നമുക്ക് തരും. അതിനുവേണ്ടിയുള്ളതാണ് കൃപയാണ്, അതിനുവേണ്ടിയുള്ള അലോട്ട്മെൻറ്റാണ് കൃപ. ആ വഴിക്ക് കിട്ടുമ്പോൾ ആ ഒരു കഠിനമായ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ കിട്ടുന്ന കൃപ കൊണ്ട് വഴയുന്നതിനെ ചീരുന്നതിനെ. അതാണ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. 90% പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു വീട് 20 സെൻറ്റ് സ്ഥലവും ഒരു വീടും ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കാതെ തന്നെ അവിടെ എണ്ണയും ഉപ്പും കൊണ്ടുപോയി ഞാൻ മാതാവിൻ്റെ എണ്ണയും ഉപ്പും കൊണ്ടുപോയി ആ ജനലയിലും വാതിലയിലും കുരിശടയാളം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ അത്ഭുതമുണ്ടായി. ആ വീടും വിറ്റു തന്നു മാതാവ്. അതുകൊണ്ട് ആ പൈസ ബാങ്കിലിട്ട് ഇപ്പോൾ എനിക്ക് മാതാവ് ഒരു വീട് തന്നിട്ടുണ്ട്. രജിസ്റ്റർ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എറണാകുളത്താണ് ഞാൻ താമസിക്കുക, മകൻ്റെ ജോലി കാരണം. അവിടെ എറണാകുളത്ത് തന്നെ വേണമെന്ന ആശ കൊണ്ട് എല്ലാ പള്ളികളിലും പോയി പ്രാർത്ഥിക്കുവാനും മറ്റുള്ള കാര്യങ്ങൾ നടക്കുവാനും ഡെയിലി പള്ളിയിൽ പോകാനും വേണ്ടി മാതാവിനോട് എപ്പോഴും ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനയുടെ ഫലമായി മാതാവ് ഇപ്പോൾ എനിക്ക് 2 നല്ല വീട് തന്നിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന മാതാവിൻ്റെ ആ വെളിപാട് അനുസരിച്ച് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. കൊടിമക്കൾക്ക് ഇതുപോലെ ഭവനമില്ലാത്ത മക്കൾക്കും കൊടുക്കണമെന്ന്. ഫിലിപ്പിയർ 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൽ സമ്പന്നയിൽ നിന്നും യേശു ക്രിസ്തു വഴി ആവശ്യമുള്ള തരുമെന്ന് പറഞ്ഞ ഈശോ എന്നും ഞാൻ ഇത് വചനം 3 കൊന്ത ചെല്ലും. അതുപോലെ തന്നെ വചനങ്ങൾ വായിക്കുക കൂടാതെ കൊന്തയിലും ജപിച്ചുകൊണ്ടിരിക്കും. വചനമെല്ലാം മതലിലെല്ലാം എഴുതി ഒട്ടിക്കും. അങ്ങനെ മാതാവിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ മാതാവ് എവിടെയെല്ലാം പോകണമെന്ന് മാതാവ് പറയുമ്പോഴാണ് ഞാനതെല്ലാം പ്രാർത്ഥിക്കുകയും ഒരു കർണക്കൊന്ത ചെല്ലുമ്പോൾ മാതാവ് പറയും അടുത്ത ഇന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോൽ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അതുപോലെ 100 കോടി 55 രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ നാമത്തിൽ. ഈശോ എന്നെ എന്നും കാത്തുരക്ഷിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെയും മാതാവ് യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, യേശുവെ സ്തുതി. ഈ കൃപാസന ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അനുഗ്രഹം തന്ന എൻ്റെ ഈശോയ്ക്കും കൃപാസന മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സുജ തോമസ്. ഞാനിപ്പോൾ പാലായിൽ നിന്ന് വരുന്നു.
ഞങ്ങൾ കഴിഞ്ഞ 21 വർഷമായി കുവൈറ്റിൽ കുടുംബസമേതമായി താമസിക്കുന്നു. ഞാൻ 2019 ജൂലൈയിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് എൻ്റെ അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അമ്മയുടെ ഉടമ്പടിയിലെ ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായി ഒരു പുതിയ ഭവനം ലഭിക്കുക എന്നുള്ളത്. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ലീവിന് ഞങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പ് അമ്മ തന്നെ മുൻപേ പോയി ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭവനം സെലക്ട് ചെയ്ത് വെക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അന്ന് മുതൽ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയും മുടങ്ങാതെ ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ 2019 ജൂൺ 23 ഞങ്ങൾ നാട്ടിലെത്തുകയും ജൂലൈ 16 ഞങ്ങൾ പുതിയ ഭവനത്തിൽ താമസം ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഉടമ്പടി സ്വന്തമായി എടുക്കുകയും ഉടമ്പടിയിൽ എൻ്റെ ഒരു നിയോഗമായിരുന്നു ഞങ്ങൾക്കൊരു ഹൗസിംഗ് ലോൺ ലഭിക്കുക എന്നുള്ളത്. അതനുസരിച്ച് യാതൊരു തടസ്സങ്ങളും കൂടാതെ ഞങ്ങൾക്ക് ഹൗസിംഗ് ലോൺ സാങ്ഷൻ ആകുകയും ഞങ്ങൾ കുവൈറ്റിലേക്ക് തിരിച്ചു പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ രജിസ്ട്രേഷൻ നടത്തുകയും ലോൺ സാങ്ഷനാക്കുകയും ചെയ്തു. രജിസ്ട്രേഷന് മുമ്പ് തന്നെ ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് താമസം ആരംഭിച്ചിരുന്നു. അതിനുശേഷം 2022 ജൂൺ മാസം ഞങ്ങൾ നാട്ടിലേക്ക് വന്നിരുന്നു. ആ സമയം ഞാൻ ഉടമ്പടി പുതുക്കിയിരുന്നു. അതിലെ എൻ്റെ പ്രധാന ഒരു നിയോഗമായിരുന്നു എൻ്റെ മക്കൾക്ക് +2 നന്നായി പഠിക്കുവാനുള്ള അനുഗ്രഹം ലഭിക്കണമെന്ന്. എനിക്ക് 2 ഇരട്ട പെൺകുട്ടികളാണ്. അവർ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടാണ് +2 പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അവർക്ക് ഫിസിക്സും കെമിസ്ട്രിയും വളരെ ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ പ്രധാന നിയോഗം അത് മാത്രമായിരുന്നു. ഓരോ പ്രാവശ്യവും സ്കൂളിലേക്ക് പേരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ വളരെയധികം ടെൻഷനോടുകൂടിയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ചതിന് ശേഷം ഞാൻ അവർക്ക് എന്നും ഉടമ്പടി വിശുദ്ധ വസ്തുക്കൾ കൊണ്ട് തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുകയും എക്സാമിന് മുമ്പ് ഉടമ്പടി തേൻ ഒഴിച്ച് വെള്ളം കുടിക്കാൻ കൊടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പളിനെ കാണാൻ പോകുമ്പോൾ സിസ്റ്റർ തന്നെ ഞങ്ങളോട് ഇങ്ങോട്ട് പറയുമായിരുന്നു, നിങ്ങളായിട്ട് മക്കൾക്ക് ടെൻഷൻ കൊടുക്കണ്ട, അവർക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവരുടെ ബോർഡ് എക്സാമിന് മുമ്പ് ഫെബ്രുവരി മാസം ഞാൻ ഇവിടെ വന്ന് പ്രത്യേക അവരുടെ ബോർഡ് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റണേ എന്നുള്ള നിയോഗത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിരുന്നു. അതനുസരിച്ച് അവർക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റി. എല്ലാ ബോർഡ് എക്സാമിന് മുമ്പും അതിരാവിലെ തന്നെ ഞങ്ങൾക്ക് അവരുടെ ബോർഡ് എക്സാം സെൻറ്ററിൻ്റെ അടുത്തുള്ള വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുകയും അവർ ഉടമ്പടി വസ്തുവായ ഉപ്പ് സ്വല്പം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. അവർ എക്സാമിന് മുമ്പ് ആ പേപ്പറിൽ അവർ പറയുമായിരുന്നു, അവർ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടായിരുന്നു ഈ എക്സാമിൻ്റെ ആൻസേഴ്സ് പേപ്പറുകൾ തിരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് 2 പേർക്കും 80% കൂടുതൽ മാർക്ക് ലഭിക്കാൻ അനുഗ്രഹം നൽകി പരിശുദ്ധ അമ്മ സഹായിച്ചു. അതുപോലെ അവരുടെ ഉപരിപഠനത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ 2 പേരും 2 വ്യത്യസ്ത കോഴ്സുകളെ പഠിക്കുകയുള്ളൂ എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇരട്ട പെൺകുട്ടികളായതുകൊണ്ട് അവർ ഒരേ കോഴ്സ് ചെയ്യണമെന്നുള്ളത്. ഞാൻ അതിനെ നിശബ്ദമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതുപോലെ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന സമയമായപ്പോൾ അവർ വിതിൻ 10 minutes അവർ ഡിസൈഡ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ 2 പേരും ഒരേ കോഴ്സ് ചെയ്തു കൊള്ളാമെന്ന്. അങ്ങനെ ഫോർമാലിറ്റീസ് അവർക്ക് ഇറ്റലിയിൽ അഡ്മിഷൻ ലഭിച്ചു. പക്ഷേ അഡ്മിഷൻ്റെ ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞിട്ട് വിസയ്ക്ക് ഞങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വളരെയധികം ഡിലേ സംഭവിച്ചു. അതായത് 2 ആഴ്ചയോളം അവരത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നു. കാരണം 2 കുട്ടികളെ ഒരേപോലെ പഠിപ്പിക്കാൻ വളരെയധികം സാമ്പത്തികം ആവശ്യമുണ്ടെന്ന് അവർക്കറിയാമായിരുന്നു. അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടി അവർ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ദിവസം ഞങ്ങൾ ഇപ്പോൾ കുവൈറ്റിൽ ഞങ്ങൾക്ക് കൃപാസനത്തിലെ അഖണ്ഡ ജപമാല സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 4ാമത്തെ ആഴ്ചയിൽ സെപ്റ്റംബർ 28 ഈ ഒരു ഒറ്റ നിയോഗത്തിന് വേണ്ടി ഞാനും എൻ്റെ ഹസ്ബൻഡും മക്കളും കൂടി അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഇറ്റാലിയൻ എംബസിയിൽ നിന്ന് കോൺസുലർ എന്നെ നേരിട്ട് വിളിക്കുകയും ഞാൻ അവിടെ പോയി അവരോട് സംസാരിച്ചു. അവരെന്നെ വളരെ സ്നേഹപൂർവ്വം, അവരുടെ പേര് മരിയ എന്നാണ്, അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവാണ് ഈ വിസ തരുന്നതെങ്കിൽ അതിനെനിക്കൊരു അടയാളം തരണമേ എന്ന്. അതുപോലെ മരിയ എന്ന പേരുള്ള ആ കോൺസുലർ അവർ എന്നെ വിളിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ അവരുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നോട് എല്ലാ വിവരങ്ങളും ചോദിച്ച് എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ മക്കളുടെ സ്റ്റുഡൻറ്റ് വിസയും എൻ്റെ വിസിറ്റ് വിസയും അപ്പോൾ തന്നെ അടിച്ചു തന്നു.
ആദ്യം എന്നോട് പറഞ്ഞു 2-3 ദിവസം ആകും ഈ വിസ കിട്ടാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾക്ക് നാട്ടിലേക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ ഓഫീസിൽ തിരിച്ചെത്തി. ഏതാനും അരമണിക്കൂർ പോലും കഴിയുന്നതിന് മുമ്പേ കോൺസുലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ വിസ റെഡിയാണ്, നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാം, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാം. അതനുസരിച്ച് ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ കുവൈറ്റിൽ നിന്ന് ഇവിടെ എത്തി. അപ്പോൾ എൻ്റെ ഒരു നിയോഗമായിരുന്നു, എനിക്ക് വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോകൂ എന്ന്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച കുവൈറ്റിൽ നിന്ന് ഇവിടെ എത്തുകയും സാക്ഷ്യം പറയാൻ വേണ്ടി വന്നപ്പോൾ അച്ഛൻ്റെ ലൈവ് ശുശ്രൂഷ നടക്കുന്നതുകൊണ്ട് അന്ന് സാക്ഷ്യം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പാലായിലേക്ക് തിരിച്ചു പോയി. ഇന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയാണ്. അതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. എൻ്റെ മക്കൾക്കാണെങ്കിലും വളരെ വലിയ വിശ്വാസമാണ്. അവർ വചനം എഴുതി പ്രാർത്ഥിച്ചു, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതികൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും എന്ന വചനം 1700 പ്രാവശ്യത്തോളം അവരെഴുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വിസ ഞങ്ങൾക്ക് അടിച്ചു കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം, മക്കളുടെ വിശ്വാസവും ജീവിത പങ്കാളിയുടെയും വിശ്വാസം വർദ്ധിക്കുവാൻ ഈ വിസ താമസിച്ചതുകൊണ്ട് അത് അവരുടെ വിശ്വാസത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഇനിയും ഞാൻ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ പറയുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് മാപ്പ് ചോദിക്കുന്നു.